അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനവും വരുത്തുന്നു. അത് ദൈവസന്നിധിയിൽ തന്നെ എത്തുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരു പക്ഷേ വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മൗനമായി തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അന്യഭാഷ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സംസാരിക്കാതെ വീട്ടിൽ പോട്ടെ എന്നല്ല എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന അന്യഭാഷക്കാരൻ സഭയോട് സംസാരിക്കാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. എന്തുകൊണ്ടാണ് ദൈവത്തോട് സംസാരിക്കുന്നത്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർദ്ധി വരുത്തുന്നു. എനിക്കൊരു ആത്മീക വർധന ഇല്ലാതെ ഞാൻ എന്നാ ദേശത്തിനെ പൊട്ടിക്കാൻ പോവാ? അതുകൊണ്ട് അന്യഭാഷക്കാരൻ ആത്മീക വർധനയ്ക്ക് വേണ്ടി തയ്യാറാകണം. അന്യഭാഷ എന്താ പ്രിയപ്പെട്ടവരെ? അതൊരു ഹെവൻലി ലാംഗ്വേജാ അല്ലെ? ഇംഗ്ലീഷ് കാനഡയിലുള്ള കുഞ്ഞുങ്ങൾക്ക് അതവരുടെ മദർ ടങ്ങാ. മലയാളം കേരളത്തിൽ വന്നവർക്ക് അവരുടെ മാതൃഭാഷയാ. അന്യഭാഷ അത് മദർ ടങ് അല്ല, ഞാൻ പറയും അത് ഫാദേഴ്സ് ടങ്ങാ. നമ്മുടെ അപ്പനോട് സംസാരിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തിന്റെ ഭാഷയാ അന്യഭാഷ. ഏറ്റവും കൂടുതൽ പുളുക്കഥകൾ പറഞ്ഞ് മനുഷ്യനെ വഴിതെറ്റിച്ചതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററാണ് ബാംഗ്ലൂരിലെ MA വർഗീസ് പാസ്റ്റർ. അന്യഭാഷയും കുറിച്ച് ഇങ്ങേറ് പറയുന്ന കഥകൾ ഒന്നും ക്ലാരിറ്റി ആയിട്ട് ചെന്ന് കണ്ട തെളിവുള്ളതല്ല. തേന്മാവിൻ കൊമ്പത്തുനിന്നൊരു സിനിമ ഉണ്ടായിരുന്നു. പ്രിയദർശൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒരിടത്തും നടക്കാത്ത പുളുക്കഥയാണ് തേന്മാവിൻ കൊമ്പത്തുന്ന സിനിമ. അത് ഞാൻ നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിച്ചെടുത്തു. പ്രാസം ഒപ്പിച്ചും വാക്ചാതുര്യം കൊണ്ട് കെട്ടുകഥകളും കള്ളക്കഥകളും നുണക്കഥകളും പറഞ്ഞ് കേരളത്തിലെ ഒരു ജനറേഷനെ തകർത്ത് തരിപ്പണമാക്കി ഒന്നുമില്ലാതാക്കി മാറ്റിക്കളഞ്ഞതിൽ മുഖ്യകണ്ണി ബാംഗ്ലൂരിലെ MA വർഗീസ് പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ എത്രയോ മീറ്റിങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് ഈ ബഹുമാന്യനായ ബാംഗ്ലൂരിലെ MA വർഗീസ് പാസ്റ്ററിനെ ഇത്രയും ശക്തമായിട്ട് ഞാൻ എതിർക്കുന്നത്. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, അധികം അന്യഭാഷ പറഞ്ഞ പലരും തകർന്ന് തരിപ്പണമായതിൻ്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് പലരെയും കൊണ്ടുചെന്ന് കാണിച്ചു തരാം. വ്യക്തിപരമായി പലരും എൻ്റെ വേണ്ടപ്പെട്ട ബന്ധങ്ങളായതുകൊണ്ട് എനിക്കവരെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ നമുക്കൊരു ട്രാവലിംഗ് നടത്താം. ഞാൻ പോയ ഒരു ചർച്ചിൽ അധികം അന്യഭാഷ പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതം തകർന്ന് തരിപ്പണമായി ഇന്ന് വാടക വീട്ടിലാണ്. ആ പെൺകുട്ടി അധികം അന്യഭാഷ പറയുമ്പോൾ ഞാൻ ദൈവത്തോട് ഭയങ്കര ബന്ധമുണ്ടെന്ന് ചിന്തിച്ചു. ആദ്യത്തെ ഭർത്താവിൽ 2 മക്കളുണ്ട്, അത് വഴിയാധാരമായി. രണ്ടാമത് ആരോടെ പോയി പിന്നും വരും, അതും വഴിയാധാരമായി. ഇപ്പം അവിടെ ഇവിടെ നിൽക്കളിയില്ലാതെ പോകുന്നൊരവസ്ഥ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവളല്ലേ അധികം അന്യഭാഷ പറഞ്ഞത്? ഇവൾക്കൊന്തുകൊണ്ട് ആത്മീയ വർധന ഉണ്ടായെങ്കിൽ ദൈവം സംസാരിച്ചില്ലേ? എന്തിന് ഏറെ പറയണം? എൻ്റെ വേണ്ടപ്പെട്ട ഒരു പാസ്റ്റർ എൻ്റെ വീട്ടിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗം കേട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം, ഞാനൊരു സഭയിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ബാക്കിലൊരു കട്ടിൽ കൊണ്ട് കിടത്തിയിരിക്കുന്നു മാനസിക രോഗിയായി. എങ്ങനെ സംഭവിച്ചു? അദ്ദേഹത്തിന് സംഭവിച്ച ദിവസം ഞാൻ ഇയാളുടെ വീട്ടിൽ പോയിരുന്നു. അന്ന് മരണ വീട്ടിൽ ആളുകൾ വരുന്നല്ലോ അവിടെ കൂടി. പുള്ളി പറയും, ദൈവം എന്നോട് പറഞ്ഞു ഒരു വലിയ ഉണർവ് നടക്കാൻ പോകുന്നു, മുറിക്കാത്തിരുന്നു. ഭയങ്കര അന്യഭാഷ. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ വെളിയിലിറങ്ങി വരും, വീണ്ടും മുറിക്കാത്ത കയറും. ആകപ്പാടെ കൺഫ്യൂഷൻ. എൻ്റെ സകല കൺഫ്യൂഷനും തീർന്ന് ഞാൻ പ്രതികരിക്കുന്ന വീഡിയോകളിൽ സത്യമുണ്ടെന്ന് ജനം അറിഞ്ഞു തുടങ്ങി. അധികം അന്യഭാഷ പറയുന്നവരുടെ കുടുംബങ്ങൾ പൊളിഞ്ഞതിൻ്റെ ചരിത്രം കാണിച്ചു തരാം. മറ്റുള്ളവരോട് ഇവർക്കധികം സ്നേഹം പങ്കിടാൻ കഴിയാത്തവരും നികൃഷ്ട ജീവികളും വിദ്വേഷവും വൈരാഗ്യമുള്ളവരാണ് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. അധികം അന്യഭാഷ പറയുന്നവർ പലരും മെൻ്റൽ രോഗികളാണ്. പലരും യേശുവിൻ്റെ അത്ഭുതമേ പറയൂ, യേശുവിൻ്റെ ആശയം പറയാറില്ല. അധികം അന്യഭാഷ പറയുന്ന പലരും. ഇനി ഞാൻ ഏറെ പറയണമോ? ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അഭിഷേകത്തിലൂടെ ഈ അന്യഭാഷ പറയുന്ന പലരും സ്വവർഗഭോഗികളും വ്യഭിചാരികളുമാകുന്നത് എങ്ങനെ? പലതിനും തെളിവുകളുണ്ട്, മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. അപ്പം ഇതിനകത്ത് തടിയൂരാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞത്, ഇവിടെ ഇതിൽ പറയുന്നില്ലേ, MA വർഗീസ് പാസ്റ്റർ പറയുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് ഒറ്റയ്ക്കിരുന്ന് അധികം അന്യഭാഷ പറയുന്ന തനിക്ക് തന്നെ ആത്മീക വർധനവും വരുത്തുന്നു. ഓക്കെ, വരുത്തട്ട്. ആ വരുത്തുന്നത് ദൈവത്തിൽ തന്നെയാണോ പോകുന്നത്,
സാത്താനാണോ അത് ഏറ്റുപിടിക്കുന്നത്? സാത്താനാണോ ആ പ്രവചനത്തിൻ്റെയും രോഗശാന്തിയുടെയും ഉടമസ്ഥനാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയണമല്ലോ. അതിനല്ലേ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് സംവാദം നടത്തി കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഡെമോൺസ്ട്രേഷനിലേക്ക് വരാം ഇപ്പോഴും. അതായത് ഞാൻ ഒരു വാക്യം ആദ്യം വായിക്കാം. 1 കൊരിന്തി 14:7 വായിക്കുക. ഇത് തന്നെ എല്ലാവരും പറയുന്നത്, പലർക്കും സംശയം ഈ അധ്യായമാണ്. ഈ അധ്യായത്തിൽ എല്ലാ ക്ലാരിറ്റിയും ഉണ്ട്. ഇത് മറച്ചു വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. 14:7 കുഴൽ, വീണ എന്നിങ്ങനെ നാദഭേദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ, ജീവനില്ലാത്ത സാധനങ്ങളാണ്. കാരണം ചെണ്ടയെ തന്നെ കാണിക്കും, ഓർഗൻ തന്നെ കാണിക്കും, തമ്പുരു തന്നെ കാണിക്കും. അത് കേൾക്കുമ്പോൾ അറിയാം. നാദഭേദം കാണിക്കാൻ ഞാൻ ഊതിയതോ മീട്ടിയതോ എങ്ങനെ അറിയും? പെന്തക്കോസ്ത് നാൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഊതിയത് മീട്ടിയതും മറ്റു രാജ്യത്തുള്ള ആളുകൾ വന്ന് കേട്ടറിഞ്ഞു. അവർ പറയുന്നു, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ ഇവർ ഞങ്ങളുടെ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഊതിയത് മീട്ടിയത് അറിഞ്ഞവർ. ലോകത്തിൽ വിവിധ ഭാഷകളുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. തെളിവില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പറയുന്ന ഭാഷയ്ക്കും തെളിവില്ല. ദൈവത്തിലല്ല എത്തുന്നത്, തകർച്ചയുടെ മേഖലയിലെത്തി 1-ാം കല്യാണം, 2-ാം കല്യാണം, 3-ാം കെട്ട്, 4-ാം കെട്ട്, കുടുംബത്തകർച്ച, ഒളിച്ചോട്ടം, മനസ്സിലാവുന്നുണ്ട്. വീട് വിട്ട് വീട് മാറുക, കൂട് വിട്ട് കൂട് മാറുക, അവസാനം തകർന്ന ശേഷം ആത്മാവിനോട് സംസാരിച്ച് ഭ്രാന്തനായിട്ട് മെൻ്റലായിട്ട് തിരിയുക. തെളിവില്ല. തെളിവില്ലാത്തതല്ലല്ലോ. അന്യഭാഷ 22-ാം വാക്യം, അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്ര. ഇന്ന് വിശ്വാസികളും പാസ്റ്റർമാരും അതിശക്തമായിട്ട് അന്യഭാഷ പറയുമ്പോൾ വന്ന ഒരുത്തിന് തോന്നും ഭയങ്കര സംഭവമാണെന്ന്. എന്നാൽ വെളിയിൽ നിന്നൊരുത്തം വന്നാൽ പറയും ഭ്രാന്തന്മാരുടെ കൂട്ടായ്മയാണ്. പെന്തക്കോസ്തുകാരുടെ ഭ്രാന്തൻ്റെ കൂട്ടായ്മയെന്ന് പറയാൻ കാരണമെന്ത്? അവർ വരുമ്പോൾ കലവില മാത്രമാണ് കേൾക്കുന്നത്. ഇനി ഡെമോൺസ്ട്രേഷൻ. ഞാനൊരു അന്യഭാഷ പറയും. എനിക്കതിനറിയില്ല, ഞാൻ പഠിച്ചതുകൊണ്ട് പറയുന്നത്. കാരണം എനിക്ക് മണിക്കൂറുകൾ പറയാൻ പറ്റും. ഉഡഗന രഗജഗനം ദുരംബ ക്ഷകാരഗജ അസ്തുകാരഗടകലഗനകം റീഗമ അടഗന കതുനാനക ക്ഷകാതി ദൂരി അറക്കന ഷകത്വനാര റുമന അതനെ രഗജഗടകല അർക്കമ്മടം ഗുദംബ ക്ഷകനഗതി. ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല, സത്യത്തിൽ അറിയില്ല. ഞാനിത് ദൈവത്തോട് പറയുമ്പോൾ ദൈവം എന്നെ ആത്മീയോട് വർദ്ധിപ്പിക്കുന്നു ചിന്തിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്. ഓക്കെ, ഞാൻ ദൈവത്തോടാണിത് പറയുന്നു എന്ന് തെളിവെന്താണ്? ശരി, ഞാനിങ്ങനെ ഒരു സഭയിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഇരിക്കട്ടെ. അപ്പോൾ പുറത്തുനിന്നൊരാൾ വരുന്നു. ബോംബെയിലോ അങ്ങനെ എവിടെയോ മറ്റ് സംസ്ഥാനത്തിൽ കന്നഡയോ ഉറുദുവോ തെലുങ്കോ ഏതോ ഒരു ഭാഷയിലുള്ള ആളാണ് വന്നത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര്, കുടുംബം, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ, തെറ്റുകളെല്ലാം ഞാൻ പറയുന്നതായിട്ട് അയാളെ ഭാഷയിൽ മനസ്സിലായി. ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നുകൊണ്ടിരുന്ന ഞാൻ, ഒരാൾ വന്നപ്പോൾ എൻ്റെ ഭാഷ മാറി, ഞാൻ ഇപ്പോൾ കന്നഡയിലാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ആ കന്നഡക്കാരൻ വന്ന ഉടൻ പറയുന്നു, പാസ്റ്ററേ, ദൈവദാസനെ, നിങ്ങൾ പറയുന്നത് എന്നെക്കുറിച്ചായിരുന്നു. എൻ്റെ വീട്ടുപേരാണത്, എൻ്റെ ഭാര്യയുടെ പേര്, എൻ്റെ മക്കളുടെ പേരാണത്. ഞാനാണ് ആള്, ഞാനാണ് ആ കഷ്ടതയിൽ അനുഭവിച്ചവൻ, ഞാനാണ് ആ പാപി എന്ന് കരയുന്നു. ഒരു പരിധി വരെ നമുക്ക് ചിന്തിക്കാം. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറയുന്ന ദൈവത്തോടായിരിക്കാം. ഒരടയാളം. രണ്ടാമത്തെ അടയാളം, അധികം അന്യഭാഷ പറയുമ്പോൾ മനസ്സിലുണ്ട്, യോജിക്കണം, സ്നേഹം വർദ്ധിക്കണം, പൊളിഞ്ഞത്, ഒളിച്ചോടിയത്, തകർന്നതെല്ലാം പണിയപ്പെടണം. കുടുംബങ്ങൾ, ഭാര്യ, ഡൈവേഴ്സ് ബന്ധങ്ങൾ തിരിച്ചു വരണം. നീ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഭാര്യ പണങ്ങിപ്പോയെങ്കിൽ അവളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് ആത്മീയ വർധനമല്ലേ? വർദ്ധിച്ച് കല്യാണം കഴിഞ്ഞതിനേക്കാളും അതിശക്തമായിട്ടുള്ളൊരു കുടുംബം കെട്ടിപ്പണിയണം. ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഈ ചരക്കനെ കൊണ്ട് കളയടോ. എടാ, ഇനി മേലാൽ ഇതൊക്കെ പറയാതെ. എവിടെയോ കൊടുന്ന 1-2 കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. ഏതോ ഒരു അമ്മച്ചി ഒരിക്കൽ പറഞ്ഞെന്ന്. അമ്മച്ചി പറഞ്ഞപ്പോൾ അത് ഇംഗ്ലീഷായിരുന്നു. ഇപ്പം അറിവില്ലാത്തൊരു അമ്മച്ചിയായിരുന്നു, അതുകൊണ്ട് ഇംഗ്ലീഷാണ് പറഞ്ഞത്. അത് ഓക്കെ, ക്ലാരിറ്റി വരുത്ത്, തെളിവതാ, നാദവേദം കാണരുത്. ഇതൊന്നും കാണിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ അന്യഭാഷയുടെ പിറകെ പോകരുത്. തകർന്ന് തരിപ്പണമായ ചിത്രം തെളിവ് സഹിതം എം എ വർഗീസ് ഭാഷ പോലെയല്ല, ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഞാൻ ഇതിൽ കുരുത്ത് വളർന്നത് തന്നെയാണ്. എനിക്ക് കാണിക്കാനുണ്ട്. എൻ്റെ സംശയങ്ങൾക്കാണ് സംശയങ്ങളാണ് ഞാൻ നിങ്ങളെ ക്ലാരിറ്റി ആയിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം. ഇനി വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. അതായത്
1 കൊരിന്ത്യർ 14:19 എങ്കിലും സഭയിൽ 10,000 വാക്ക് പറയുന്നതിനേക്കാൾ 10,000 വാക്ക് അന്യഭാഷ ഇങ്ങനെ പറഞ്ഞ് പിന്നെ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ രോഗികൾ ഓടുന്നു, അതാണ് ഇതാണ് അത്ഭുതങ്ങളെന്ന് പറഞ്ഞ് അവന്മാർ പറ്റിക്കായിരുന്നു ഇതുവരെ നമ്മളെ. 10,000 വാക്ക് അന്യഭാഷ പറയുന്നതിനേക്കാൾ ഒരു സ്റ്റേജ് കിട്ടിയാൽ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുന്നത് നല്ലത്. ഒരു സ്റ്റേജ് കിട്ടിയാൽ ബുദ്ധി കൊണ്ടെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ആ വചനാടിസ്ഥാനത്തെ കർത്താവായ യേശു പറഞ്ഞ വചനങ്ങളെ ഗ്രഹിപ്പിക്കാനുള്ള ഒരു 5 വാക്ക് പറയാത്തവന്മാർ വന്നവിടെ ആത്മാവ് എനിക്ക് ഇന്നലെ തന്നു, തേങ്ങ തന്നു, മാങ്ങ തന്നു, ചക്ക തന്നു, ഇവിടെ മറ്റേ നടക്കാൻ മറിച്ച് നടക്കാൻ വന്നു. നടന്ന ചരിത്രങ്ങൾ ഒരു പുല്ലുമില്ലടെ, ഒന്നുമില്ല. വേറും തട്ടിപ്പല്ല, വേറെ ഇൻ്റർനാഷണൽ തട്ടിപ്പ്. ഇനിയെങ്കിലും ഒന്ന് നിങ്ങളെ കണ്ണുകൾ തുറക്കാൻ വേണ്ടിയാണ് ഞാൻ വേദനയോടത്തൊക്കെ പറയുന്നത്. ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുന്നത് നല്ലത്. പ്രാർത്ഥിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ അന്യഭാഷ തന്നെ വേണമെന്നില്ല. മർക്കോസ് 11:25 വായിക്ക്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങളുടെ ജീവിതത്തിൽ അന്യഭാഷയെക്കാർച്ചും പവർഫുൾ അന്യഭാഷ അങ്ങ് എത്തുന്ന തെളിവില്ലല്ലോ, ഇത് തെളിവുള്ളതാണെന്ന്. ക്ഷമിപ്പിൻ. തെളിവെന്തിനാണ്? നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകൾ ക്ഷമിക്കില്ല. യേശു പറഞ്ഞു കളഞ്ഞല്ലോ, പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പിഴകൾ ക്ഷമിക്കില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ക്ഷമ പഠിക്കാത്തവരാണ് അന്യഭാഷ പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹം പഠിക്കാത്തവർ അന്യഭാഷ പറയുന്നത്. ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങൾ പണിയാൻ അറിയാത്തവർ അന്യഭാഷ പറയുന്നത്. പ്രസംഗിക്കുന്നവനെ കയ്യിലെടുത്താൻ അവനെപ്പോലത്തെ നാറി ലോകത്ത് വേറെയില്ല. നാറ്റം കേസ് വെളിയിൽ പറയാൻ പറ്റില്ല അവൻ്റെയൊക്കെ ജീവിതങ്ങൾ. ഒരുപാട് കൺവെൻഷനുകൾ നടത്തിയ ആളെന്ന നിലവാരത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഇതിനകത്തുള്ള വമ്പൻ ഭാഷയുടെ ഹിസ്റ്ററികളും എല്ലാം എനിക്കറിയാം. ഒരുപാട് പരിജ്ഞാനം ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ചിലത് ഞാൻ പൊട്ടിത്തെറിക്കുന്നത് സത്യമാണ്. എങ്കിൽ എൻ്റെ ഉള്ളിനകത്ത് കത്തിപ്പിടിക്കുന്ന തീ നിങ്ങൾ മനസ്സിലാക്കുക. വെറും തട്ടിപ്പ്. മനസ്സിലാവുന്നുണ്ടോ? യാക്കോബ് 5:16 നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തുമാത്രം നിങ്ങൾക്ക് രോഗശാന്തി വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പരസ്പരം ക്ഷമിച്ച് പരസ്പരം കൈകൊടുത്ത് നിങ്ങൾക്ക് തമ്മിൽ തന്നെ പലത് ഏറ്റുപറഞ്ഞ് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് നോക്ക്. 5 മിനിറ്റ് വേണ്ട ദൈവത്തിന് നിൻ്റെ ജീവിതം മാറ്റം വരുത്താൻ. എന്നെ കേൾക്കുന്നവരെ രാവിലെ തൊട്ട് വൈകുന്നത് വരെ നീ അന്യഭാഷ പറഞ്ഞ വെള്ളം കോരിയാലും ആ കുടം അവസാനം ഉടഞ്ഞു പോകുന്നതല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനം നിനക്കില്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷേ 5 വാക്ക് മതി ജീവിതത്തെ മാറ്റിമറിക്കുന്ന. 5 വാക്ക് അനുസരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പാടുപെട്ടെന്ന് അധ്വാനിച്ച് നോക്ക്. ക്ഷമിക്കാൻ മാത്രം പഠിച്ചാൽ മതി. നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സമാധാനമുള്ള ജീവിതം വേറെയില്ല. യേശുവിൻ്റെ വാക്കാണ് 5 വാക്ക്, അല്ലെങ്കിൽ 2 വാക്ക്, 1 വാക്ക് ഏറ്റെടുക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. കൺവെൻഷനൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. ഉപവാസ പ്രവർത്തനം ഒരുപാട് ഞാൻ നടത്തിയിട്ടുണ്ട്. കൺവെൻഷൻ ഒരുപാട് നടത്തിയിട്ടുണ്ട്. സ്റ്റേജ് വിട്ട് താഴെ വന്നിറങ്ങി കൈവയ്ക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോ. കൈവച്ച് ഇവൻ്റെ ഇമ്പോർട്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓരോന്നോരോന്നായിട്ട് തള്ളി ഇറക്കി തരും. അന്യഭാഷയും കിട്ടും, പ്രവചനവും കിട്ടും, വെളിപ്പാടും കിട്ടും. അവസാനം കുടം പൊട്ടിപ്പോകും. ആ സമയത്ത് ഇവന്മാരാരും കാണുകയില്ല, എല്ലാവരും സ്ഥലം വിടും. നിന്നെ തകർത്തവൻ ആരാണെന്ന് നിനക്ക് പോലും പിടികിട്ടില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുകൊണ്ട് അന്യഭാഷയിൽ ആത്മീയ വർധനമെന്ന് പറയുമ്പോൾ 14-ാം അധ്യായം നല്ലവണ്ണം വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം. നമുക്ക് സംവാദം അല്ലെങ്കിൽ നമുക്ക് കാര്യഗൗരവമായ ബൈബിളിൽ നിന്ന് പഠിക്കാം. അങ്ങനെയുള്ളവർ വിളിച്ചാൽ മതി. തർക്കിക്കാൻ സമയമില്ല. ഞാൻ കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവം നിങ്ങൾ അനുകരിക്കട്ടെ. ആമേൻ.